ഹലോ. ആ ഫ്രീ ഉണ്ടോ? പറഞ്ഞോളൂ. ഞാൻ 2-3 പ്രാവശ്യം നിങ്ങളോട് ജസ്റ്റ് ചില്ലറയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ ആ സംഭവം ഇപ്പെന്ന് വെച്ചാല് ഇന്ന് നോമ്പൊന്നും കൂടിയല്ലേ. ഉം, അപ്പം നോമ്പൊന്നും എടുത്തിട്ടില്ല. ഉം. വിശ്വാസം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ള സ്റ്റേജിലൊക്കെ ഉണ്ട്. ഓക്കെ. ഇന്നലെ രാത്രിയിലാണ് ഞാനൊരു നിങ്ങളുടെ വേറൊരു വീഡിയോ കണ്ടത്. ഒരു പാലക്കാടുള്ള ഒരു ചങ്ങാതി കുറച്ച് ഡിപ്രഷനൊക്കെ ഉള്ള ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഞാനും ഏകദേശം അതേ ഒരു സ്റ്റേജിലേക്ക് കൂടി കടന്നു പോയ ഒരാളാണ്. സ്റ്റേജ് എന്ന് വെച്ചാല് ഞാന് കംപ്ലീറ്റ് കൈവിട്ടു പോയി എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇപ്പൊ അതിന്നൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വല്ലപ്പോഴും ആയിട്ട് തീരെ കയ്യിൽ നിൽക്കൂല എന്നുള്ളൊരു സ്റ്റേജില് അത് ഒരു ഗുളിക കഴിക്കും, അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരിക്കും. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും, അതായിരിക്കും ഉണ്ടാവുക. പക്ഷെ അന്നേരം ആൾക്കാർ നമ്മളോട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങള് പടച്ചോനിലേക്ക് മൊത്തമായിട്ട് വരമേൽപ്പിച്ച് നിൽക്കുക, നിങ്ങളുടെ മനസ്സ് ശാന്തമാകും എന്നാണ് അവർ പറയുന്നത്. എന്നാണ് സ്വതവേ ആൾക്കാർ എങ്ങനെയാണല്ലോ. എന്നിട്ടാണ് ആർവാടി കൊണ്ടിരുന്ന ആൾക്കാരെ. അല്ല, ഞാൻ അതിനകത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ശരീരത്തിന് അസുഖം വരുന്നത് പോലെ തന്നെയാണ് മനസ്സിന്റെ പ്രശ്നങ്ങള്. അതെ അതെ, മനസ്സിലായോ? അത് ശാസ്ത്രീയമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന മാനസികമായിട്ട് പ്രയാസമുള്ള ആൾക്കാരെ ഏർവാടി കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോഴും അവിടെയൊക്കെ അനസ്യൂതം തുടരുന്നുണ്ട്. ഓക്കെ, അതൊരു മെയിൻ കാര്യമാണ്. പക്ഷേ എന്റെ ഫാമിലി പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ എല്ലാവർക്കും വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാല് വിശ്വാസമുണ്ട്. എന്റെ ഒരു ഏട്ടനെന്ന് വെച്ചാല് മൂപ്പരാളൊരു സലഫി ആശയത്തിലുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഈയിടയില് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പഠനം നടത്തുമല്ലോ നമ്മള്. ഇപ്പൊ നിങ്ങളുടെ വീഡിയോ കണ്ടെങ്കിൽ തന്നെയും ഇപ്പം ഒരാള് പറയുന്നതില് അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന് പകരം അതിന് ഫാക്ട് ചെക്ക് നടത്തുക, എന്നിട്ട് അതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ കാര്യം എന്ന് പറയാം. അപ്പൊ ഞാൻ തിരിച്ചു വയ്ക്കുന്നത് ഏട്ടനോടനെ തിരിച്ചു ചോദിച്ചത്, അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. കാരണം ഇതേ ലോജിക്ക് പ്രകാരം അതും വിശ്വസിക്കണമല്ലോ. എന്തും വിശ്വസിക്കാം ആ ലോജിക്ക് വെച്ചിട്ട്. അതന്നെ, എല്ലാ വിശ്വാസത്തിന്റെയും ലോജിക്ക് ഒന്ന് തന്നെയാണ്. നമ്മൾ സമീനാവാത്തതിന്, അതിപ്പോ എന്തോ ഖുറാനിൽ അറബിയിൽ എഴുതി വെച്ചുകൊണ്ട് മാത്രമല്ല, എല്ലാ വിശ്വാസങ്ങളും നിലനിൽക്കുന്നത് സമീനാവാത്തതിനിൽ തന്നെയാണ്. ഓല് കേട്ടു, ഓല് അനുസരിച്ചു, അത്രേ ഉള്ളൂ. ഓലോട് ചിലപ്പോ വീട്ടിൽ നിന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വേറെ ആളുകൾ വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തപ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ വിശ്വസിക്കുക, അതിനകത്ത് വേറെ ലോജിക്കൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതെല്ലാ വിശ്വാസത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ ഏട്ടന്റെ കാര്യം പറയാന്ന് വെച്ചാല്, ആളത്ര വിശ്വാസിയൊക്കെ ആണെങ്കിൽ തന്നെയും എന്നോട് ഞാന് ഗൾഫിലുണ്ടായിരുന്നു, ഒമാനിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വരുന്ന ആ സമയത്ത് ഞാനൊരു 6 മാസം ആകുമ്പോഴേക്ക് തിരിച്ചു വന്നു. കാരണം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഒരാഴ്ച ഒന്ന് ഉറങ്ങിയിട്ടെങ്കിലും ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് ഇങ്ങനെ വന്നതാ. പക്ഷെങ്കിൽ ഇവിടെ എത്തി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു സൂയിസൈഡ് മെന്റാലിറ്റി ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ ചെയ്തു പോകുമോ എന്നുള്ളൊരു സ്റ്റേജൊക്കെ വരാൻ തുടങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ വീട്ടുകാരോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ എന്നെ ഒരിക്കലും അവരെന്നെ ഇത്ര വിശ്വാസികളാണെങ്കിൽ തന്നെ, എന്ന് വെച്ചാൽ 100% കട്ട വിശ്വാസിയൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം എല്ലാ കാര്യത്തിലും വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും അവരെന്നെ ഒരിക്കലും ഒരു തങ്ങളെടുത്തോ ഒരു മന്ത്രി ചൂതാനോ കൊണ്ടുപോയില്ല. കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റിന് പോയി. ഞാനൊരു 4-5 മാസത്തോളം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. എവിടെ ഇറങ്ങാൻ പറ്റില്ല. നമുക്കൊരു തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ തന്നാൽ എനിക്ക് ആളെ ഫേസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. അങ്ങനത്തെ സ്റ്റേജ് ഉണ്ടായിട്ടും എന്നെ ഒരു നൂല് മന്ത്രിച്ച് കെട്ടുക എന്നില്ല ആ ഒരു പരിപാടി വരെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മള് വേറെ ഒരു ഇതിലേക്ക് ചിന്തിക്കുന്ന സമയത്ത്
എത്ര വിശ്വാസികളൊക്കെ ആണെങ്കിൽ തന്നെയും അവര് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മള് അവനവന്റെ വേണ്ടപ്പെട്ടവർക്ക് പ്രശ്നം അവനവന്റെ വരുമ്പോ വഴിക്ക് വരുമ്പോ കാര്യങ്ങളൊക്കെ നല്ല മനസ്സിലാക്കും. രീതിയിൽ കാരണം മനസ്സിലാക്കും. ഇറച്ചിക്ക് വേദന മണ്ണ് അതെങ്ങനെയാ കെട്ടുമ്പോ വെച്ചാൽ ഇപ്പൊ നമ്മുടെ ശരിയാവും പറഞ്ഞില്ലേ? കാന്തപുരത്തിന് അസുഖം വന്നപ്പോഴേ മകൻ അസഹരി എന്ത് ചെയ്ത് CM സ്വന്തം ആളാണല്ലോ, ബാക്കിയുള്ളവരെല്ലാ ദീനം CM-നെ കൊണ്ട് മാറ്റുന്ന കാന്തപുരത്തിന്റെ മക്കള് സ്വന്തം വാപ്പാക്ക് അസുഖം വന്നപ്പോ വേഗം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡോക്ടർമാരെ സമീപിച്ചു എന്നാണ് പറഞ്ഞത്. കണ്ണൂരിലെ ഏതൊരു കിഡ്നി സത്താറിന് കിഡ്നിയും വേണ്ട, ഇനി അവനക്ക് ഡയാലിസിസും വേണ്ട. ആ ഡയാലിസിസിന്റെ കാര്യം എനിക്ക് കറക്റ്റ് അറിയാം. കാരണം എന്റെ വാപ്പ മരിച്ചത് കിഡ്നി ഫെയിൽഡ് ആയിട്ടാണ്. അപ്പം ആ ഡയാലിസിസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആന്നുള്ളത് അതിപ്പോ ഇവർക്ക് അറിയായിട്ടൊന്നല്ലേ, ഇവർക്കും അറിയാതെ. അല്ല ഇത് എങ്കിലും ഇതിനകത്ത് വേറെ വിഷയം എന്ന് വെച്ചാല് ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോ ഈ ഡയാലിസിസ് ചിലപ്പോ എന്താ പറയുക ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടി മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഇത് വർക്കൗട്ട് ആവും. ഇത് സ്വന്തം വീട്ടിലാർക്കേലും വന്നത് നമ്മൾ നേരിട്ട് കണ്ടവർക്കേ കാര്യം മനസ്സിലാവുള്ളൂ. അതന്നെ. അപ്പം ഇവർ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നവര് ലാഘവത്തോട് കാണുന്നവരാണെങ്കിൽ അന്നെങ്കിൽ ഓക്കെ, നമുക്ക് ഉസ്താദ് പറഞ്ഞല്ലോ അത് ശരിയായിരിക്കും, ആ ഒരു മൈൻഡിൽ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു കൺഫ്യൂഷൻ ആക്കിയ 2 സംഭവങ്ങളിലാണ്. ഒന്ന് അടിമത്തം. അത് അടിമത്തം മുമ്പ് ഞങ്ങൾ ഒരു വിശ്വാസി ആയിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ അടിമത്തം ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇന്നില്ല. ഇസ്ലാം അത് നിർത്തലാക്കി അല്ലെങ്കിൽ നിർത്തലാക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്നൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ട് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുമല്ലോ, ഞാനായിരുന്നു ആ സ്റ്റേജിൽ അല്ലെങ്കിൽ എന്റെ മക്കളായിരുന്നു ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ന്യായീകരിക്കും. അത് ഞാൻ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ടും ന്യായീകരിക്കാൻ വേണ്ടി ഞാനൊരു കാരണം കൂടി കണ്ടെത്തി. ഒന്നാമത് യുദ്ധത്തടവുകാര് ഇപ്പൊ അവരൊരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് അവർക്കുള്ളൊരു ശിക്ഷ എന്നുള്ള രീതിയിൽ അടിമയാക്കി വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ന്യായീകരിച്ച് എന്നെ തന്നെ സമാധാനപ്പെട്ടു. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോട്ട് ഒരു മൊമെന്റില് ആൾക്കാർ ചേഞ്ച് ആവുന്നല്ലോ. കുറെ കാലം അങ്ങനെ ഞാൻ വിചാരിച്ചു. നമ്മൾ ഓരോരുത്തരും അവനവന്റെ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ അതിനെ ന്യായീകരിക്കാനുള്ള കാരണം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. അത് വിശ്വാസിയുടെ ഒരു മാനസികാവസ്ഥയാണ്. അത് ഞാനും ചെയ്തിട്ടുണ്ട് കുറെ കാലം. അല്ല, കുറെ ന്യായീകരിക്കാനും ശ്രമിച്ചു. പക്ഷെ എങ്കിലും എന്നെ അവിടെ ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്, ഇവര് തെറ്റ് ചെയ്തു, ഇവര് ഇസ്ലാമിനെ ആക്രമിച്ചു, ഇവരെ പിടിച്ച് അടിമകളാക്കി. അത് നമ്മളൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചു, അത് ശരി തന്നെ ആയിരിക്കും. പക്ഷെങ്കിൽ അവരുടെ മക്കളുടെ സ്റ്റാറ്റസും അടിമയാണ്. അവരെന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് ഇന്നും അത് എങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ ചിന്തിച്ചാലും ആ സാധനം കിട്ടുന്നില്ല. അത് എന്നിട്ടാകുമ്പോ അങ്ങനെ പറഞ്ഞ ഇത് ഞാൻ ഏട്ടനോടൊക്കെ കുറെ തർക്കിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഏട്ടൻ ഈ സലഫി ആശയത്തിൽ ഉണ്ടെങ്കിലും നമ്മളോട് ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഞാനൊരു ഇതിന് പറയുന്ന സമയത്ത് പറയാം, അത് നീ വിമർശിക്കാൻ വേണ്ടി പഠിക്കുന്നോണ്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അവരുടെ. അത് ഇവിടെ ഈയിടയിൽ അടിവ് കേട്ടിട്ടുണ്ടായിരുന്നു. ആരിപ്പോ പറഞ്ഞ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങളുടെ ഇതിൽ തന്നെ സംവാദത്തിൽ തന്നെ ഇവരോട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു, അതിനോട് വിമർശിക്കാൻ പഠിച്ചു. ഷമീർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. യെസ്, അതേ ഡയലോഗ് തന്നെയാണ് എന്നോട് പിന്നെയും പറഞ്ഞു വെച്ചത്. പക്ഷെ നമ്മൾ എത്രത്തോളം ഇതിനകത്ത് വീണ്ടും ന്യായീകരിച്ച് മെഴുകി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചുകൊണ്ടേ ഉണ്ടാവും. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ എന്നിട്ടാകുമ്പം ഈ കതിർകളായി ഒന്ന് അടിമത്തത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ കതിർകളായിന്റെ കാര്യം ഞാൻ ഇതൊരു ഉസ്താദിന്റെ ഒരു വീഡിയോ, ഉസ്താദിന്റെ പേര് ഓർക്കുന്നില്ല. കാരണം നിങ്ങളുടെ വീഡിയോ മാത്രം കണ്ട് നമ്മൾ വിമർശിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നല്ല ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഉസ്താദന്മാരെന്ത് പറയുന്നു എന്നുള്ള ഇത് നോക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും കണ്ടുള്ളൊരു വീഡിയോ, അത് കുത്തിയിരുന്ന് 3-4 പ്രാവശ്യം കണ്ടു. അതിനകത്ത് എന്തെങ്കിലും കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ അതിനകത്ത് തപ്പി നോക്കിയിട്ടാകുമ്പോഴും എനിക്ക് എവിടെയും കിട്ടുന്നില്ല. എങ്ങനെ ന്യായീകരിച്ച് നോക്കിയാലും അവസാനം ഒരാളൊരു തെറ്റ് ചെയ്യുന്നുണ്ട്, അത്
അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് ഉം. നമ്മളെ ഇതിപ്പം ഇന്നത് നടക്കും എന്നുള്ളത് പടച്ചോൻ അറിയാം, പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യുന്ന തെറ്റ് അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ മാത്രം നമ്മളാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ വരൂലല്ലോ. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നാണ്. പിന്നെ ഇങ്ങനെ തെറ്റ് മാത്രം അള്ളാഹിന്റെ ഉത്തരവാദിത്വം ഒന്നും മാറിപ്പോവാ. അതെന്താ വെച്ചാല് ഈ തിന്മ പ്രവർത്തിക്കുകയോ തിന്മ പ്രവർത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ പൈശാചികത്തെ സൃഷ്ടിക്കുകയോ പിശാചിനെ കയറൂരി വിടുകയോ ചെയ്യുന്ന കാരുണ്യവാനായിട്ടുള്ള രക്ഷിതാവ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അത് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ ദൈവത്തിനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മളിപ്പോ ദൈവം നമ്മളെ ശിക്ഷിക്കണം എന്തിനാ? പിശാചിന്റെ പ്രേരണയ്ക്ക് വിധേയമായി നമ്മൾ ദൈവികമായ നിർദ്ദേശങ്ങളിൽ നിന്ന് തെറ്റിപ്പോയതുകൊണ്ടാണല്ലോ. അല്ലെ? ഈ പിശാചിനെ സൃഷ്ടിച്ച് ഈ രീതിയിൽ സംവിധാനിച്ചു വെച്ചതാരാ? അപ്പൊ പൈശാചികത, നമ്മളിപ്പോ ഈ മയക്കുമരുന്നിന്റെ ഒക്കെ കേസ് പറയുമ്പോ നമ്മളെല്ലാവരും പറയുന്നത് ഇത് ഉപയോഗിക്കണവനെ മാത്രം പിടിച്ച് ജയിലിലിട്ടിട്ട് കാര്യമില്ല, ഇതിന്റെ വിതരണ ശൃംഖല തകർക്കണം, സോഴ്സ് തകർക്കണം എന്നല്ല നമ്മൾ പറയാ. അപ്പൊ ഈ പൈശാചികതയുടെ സോഴ്സ് ഏതാ? ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് പ്രകാരം അള്ളാഹുവാണ്. അതാണ് ഞാൻ അള്ളാഹുവിനെ ഇബ്ലീസിന്റെ വാപ്പാന്ന് വിളിക്കുന്നത്. അതായത് ശൈത്താനും ഷയാത്തീൻ എന്നാണ് ഞാൻ ആ കാര്യത്തിൽ പറയാം. എല്ലാ ശൈത്താന്മാരെയും മുകളിലുള്ള ശൈത്താൻ അള്ളയാണ്. കാരണം ഈ എല്ലാ ശൈത്താന്മാർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ കയറൂരി വിട്ടത് അള്ളാഹുവാണ്. മനസ്സിലായോ? അപ്പോ നമ്മളിപ്പോ ഒരു ഭരണാധികാരി തന്നെ മയക്കുമരുന്ന് നിയമവിരുദ്ധമാണ്, നിയമം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനെ നമ്മൾ എന്ത് ചെയ്യും? പിടിച്ച് ജയിലിലിടും, ശിക്ഷിക്കും എന്ന് രാജ്യത്ത് നിയമമുണ്ട്. എന്നിട്ട് നമ്മളെ രാജാവ് തന്നെയും മയക്കുമരുന്നായിട്ട് മുക്കിന് ആൾക്കാരെ പറഞ്ഞയച്ച് ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് നോക്കാൻ വേണ്ടി ഇത് വിതരണത്തിന് ശൃംഖല നിശ്ചയിച്ചാൽ എന്താ അയാളെ കുറിച്ച് നമ്മൾ പറയാ? അയാളൊരു സൈക്കോപാത്താണെന്ന് പറയേണ്ടി വരും. ഇതന്നെ. കാരണം ഇയാളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഈ വ്യക്തിക്ക് ആകെ കമ്മിറ്റ്മെന്റ് ഉള്ളത് ജയിലിനോടാണ്. ഇപ്പം ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അള്ളാഹുവിന് കമ്മിറ്റ്മെന്റ് ഉള്ളത് നരകത്തോടാണ്. നരകത്തോട് അള്ളാഹുവിന്റെ വാക്കുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നേ അത് നിറച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഇത് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും എന്ത് വേണ്ട, നമ്മൾ ഒന്ന് ആ ഒരു സ്പാർക്കിൽ പ്രോപ്പറായിട്ട് ഇവിടെ മാത്രം നമ്മൾ നിന്ന് ചിന്തിച്ചാൽ മതി. എന്തിനാണ് ദൈവം പിശാചിനെ സൃഷ്ടിക്കുന്നത്? പക്ഷെ ഇത് നമ്മൾ പലരോടും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളോട് നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല് പടച്ചോൻ എന്തിനു ചെയ്തു, പടച്ചോൻ തീരുമാനം എന്താണെന്നുള്ളത് മനുഷ്യന് പൂർണ്ണമായിട്ടും മനസ്സിലാവില്ല. അത് പിന്നെ പടച്ചോന്റെ ആ പ്രവൃത്തി നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ പടച്ചോനെ നമ്മൾ മനസ്സിലാക്കണം. അത് ഭയങ്കര ലോജിക്കാണ്. ഇതെങ്ങനെ ഇത് വർക്കാവില്ലല്ലോ. അതായത് പടച്ചോന്റെ ആ പ്രവർത്തനം നമുക്ക് അതെന്തിനു പടച്ചോൻ അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് എന്ത് ചെയ്യൂല, ചിന്തിക്കാൻ പാടില്ല. പക്ഷെ ആ പടച്ചോനെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കും വേണം. ഇത് വർക്കാവില്ല ഈ സാധനം. മനസ്സിലായോ? അത് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് പണ്ട് കാലത്ത് മുതലേ പറഞ്ഞു കേൾക്കുന്ന കുറെ കഥകളുടെ ഒരു സംഗ്രഹമാണ്, അല്ലെങ്കിൽ അതിങ്ങനെ സമന്വയിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിലെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്ന എവിടെ വെച്ചാല് ഇപ്പൊ പുതിയ കാലത്ത് വരുമ്പോൾ ആളുകളുടെ ലോജിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പരിണാമപരമായിട്ടുള്ള വ്യത്യാസം കൂടി ഉണ്ടാവാം, തലമുറ മാറ്റം. മനസ്സിലായോ? കൊഗ്നിറ്റീവ് ആയിട്ടുള്ള നമ്മളെ തലച്ചോറിന്റെ വികാസവും കൂടി പരിണാമത്തെ എതിർക്കുന്നവന്റെയും തലച്ചോറ് വികസിക്കുന്നുണ്ട്. അവനത് ചിന്തിച്ചിട്ട് വേറെ കുതന്ത്രം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ സാക്കിർ നായിക്കോ എം അക്ബറോ ചിന്തിക്കുന്ന പോലത്തെ ന്യായങ്ങൾ ചിന്തിക്കാൻ കെൽപ്പുള്ള ആളായിരുന്നു മുഹമ്മദ് നബി എങ്കിൽ ഇതിനേക്കാളും മേനെയുള്ള ഒരു ഖുർആൻ ഉണ്ടാവുമായിരുന്നു. മനസ്സിലായോ? കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ തലച്ചോറിന്റെ വികാസം, ചിന്താപരമായിട്ടുള്ള വികാസം, സാമൂഹികമായിട്ടുള്ള നമ്മുടെ എവല്യൂഷൻ എന്നിത്യാദി കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതിലെ പലതും ഡിസ്ഗസ്റ്റിംഗ് ആണ്. നമുക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്ക് അറപ്പ് തോന്നുന്ന കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അവിടെ മാത്രം നമ്മൾ
അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പൊ ചിന്തിക്കണ്ട, അതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിക്കണ്ട എന്ന് പറയാണ്. അതേപോലെ തന്നെ ലോജിക്കലി കണക്ട് ആവാത്ത കുറെ സാധനം നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയുടെ ലോജിക്കിന് മനസ്സിലാവാത്ത കുറെ കഥകൾ ഉണ്ട്. ഓക്കെ. ആ കഥകൾ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് ലോജിക്കൽ മിസ്റ്റേക്ക്. പണ്ട് ബുറാക്കിൽ കയറി നബി 7ാം ആകാശത്തേക്ക് പോയി എന്നുള്ളത് 7ാം നൂറ്റാണ്ടിലോ 8ാം നൂറ്റാണ്ടിലോ കഥ കേൾക്കുന്നവരെ സംബന്ധിച്ച്, കാരണം അവർക്ക് ഈ മുകളിലോട്ട് പറന്നു പോകുന്നതിന്റെ ലോജിക് അറിയില്ല, അതിന്റെ സയൻസ് അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയില്ല. ഇന്ന് നമുക്കറിയാം അങ്ങനെ ഒരു മനുഷ്യന് പോകാൻ പറ്റുമോ ഇല്ലേ, കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ലോജിക്കിൽ അത് നിൽക്കൂല. അതാണ് ഈ പ്രശ്നം. അപ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളിപ്പോ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു സാധനമാണ് ഈ കതറും കളയും. അന്ന് അവർക്ക് ലോജിക്കലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ആൾക്കാർക്ക്. പക്ഷെ അന്നത്തെ ആളുകൾ തന്നെ ഇതിനൊക്കെ ചോദ്യം ചെയ്ത മഹാമനുഷ്യർ അന്ന് ആ കാലഘട്ടത്തിൽ മുഹമ്മദിന് ചുറ്റും ജീവിച്ചിട്ടുണ്ട് കേട്ടോ. നെഹ്റുബിൻ ഹാരിസ് പറഞ്ഞത് ഈ മുഹമ്മദ് പറയുന്ന പല കഥയുടെ സോഴ്സ് എനിക്കറിയാം, ഞാൻ അതിനേക്കാളും മികച്ച രീതിയിൽ അത് പറഞ്ഞുതരാന്ന് പറയുന്നുണ്ട്. ഓക്കെ. അത് ജബ്ബാർ മാഷിന്റെ മറ്റേ ഖുറാൻ ക്ലാസ്സിൽ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് എന്ന് പറയാം. നമ്മൾ ഈ ചിന്തിക്കുന്ന രീതിയിലല്ല ഇതൊന്നും സംഭവിച്ചിട്ടുള്ളത്. നമ്മളിപ്പൊ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഇപ്പൊ മുലകുടി ഹദീസിനെ കുറിച്ച് പിന്നെ നമ്മുടെ വിശുദ്ധത്തിന്റെ മൂല്യര് ഫൈസൽ മൗലവി പറഞ്ഞത്, അന്ന് അത് മുല കൊടുക്കാൻ പറഞ്ഞ നബിക്കും കുഴപ്പമില്ല, കുടിച്ചവനക്കും കുഴപ്പമില്ല, കൊടുത്ത ഉമ്മാക്കും കുഴപ്പമില്ല, ഉള്ള ഭർത്താവിനും കുഴപ്പമില്ല. ഇപ്പൊ 1400 കൊല്ലത്തിന് ശേഷം ഇപ്പൊ എമ്മക്ക കുഴപ്പമെന്ന് പറയാം. അത് അന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് അതാ പറഞ്ഞ അന്നത്തെ മനുഷ്യന്റെ ചിന്താപരമായിട്ടുള്ള പ്രശ്നമാണ്. ആ കാലഘട്ടത്തിന്റെ വ്യത്യാസം അതിനകത്തുണ്ട്. അതിനേക്കാളും ഏറ്റവും എളുപ്പമുള്ള പരിപാടിയല്ലേ ഈ ദത്ത് എന്നുള്ളത്. പക്ഷെ അതൊരു അല്ല, ഞാൻ ചോദിക്കണത് മുഹമ്മദ് നബിയോട് മുലകുടി ബന്ധമുള്ള ഏതെങ്കിലും സ്ത്രീയോട് പിന്നെ നമ്മുടെ എന്താ ചങ്ങായിന്റെ പേര് സെയ്ദിന് മുല കൊടുത്ത പ്രശ്നം തീരുമായിരുന്നില്ലേ? ആയിരുന്നു. പക്ഷെ സെയ്ദിനെ നൈസായിട്ട് ഒഴിവാക്കി. അപ്പൊ സെയ്ദിനെ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിൽ വേറെ ഒരു അനുചരൻ ഒരു യഥാർത്ഥത്തിൽ ഒരു ഇമോഷണൽ പ്രശ്നത്തിൽ കുടുങ്ങിയപ്പോ അതിനിപ്പുറത്ത് കൂടി ഉപായം പറഞ്ഞു കൊടുക്കണം മുഹമ്മദ് നബി. ഇപ്പം സാലിമിനെ എങ്ങനെയാണോ സാലിമിന്റെ വളർത്തു മാതാപിതാക്കൾ കണ്ടത്, അതേപോലെ മുഹമ്മദ് എടുത്തു വളർത്തിയ ആളല്ലേ സെയ്ദ്. ഖുറൈശികളുടെ മുമ്പിൽ ഖുറൈശികളുടെ മുന്നിൽ പോയി നിന്നിട്ടാണ് ഇയാള് അന്ന് അത് പ്രഖ്യാപിച്ചത്. ഇന്ന് മുതൽ സെയ്ദ് മുൻ മുഹമ്മദ് എന്നറിയപ്പെടും, ഇവൻ എന്നിൽ നിന്ന് അനന്തരം എടുക്കുന്ന മുഹമ്മദ് പ്രഖ്യാപിച്ചതാണ് മദീനയില്, മക്കയില്. എന്നിട്ടാണ് ഈ കല്യാണത്തിന്റെ ഘട്ടമായപ്പോ നിങ്ങൾ മക്കളെന്ന് വിളിച്ചുകൊണ്ട് മക്കളാവൂലെന്നും, വളർത്തു മക്കളുടെ ഭാര്യമാരിൽ നിന്ന് അവർ അവരുടെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ വിവാഹമോചനം നേടിയിട്ട് നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കുന്നതിൽ തടസ്സമില്ല എന്നും നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദത്ത് അസാധുവാക്കുന്നത്. പക്ഷെ അവിടെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത് എന്താ വെച്ചാല്, ഇപ്പം ഒരു നിയമം അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഇൻസിഡന്റ് അവിടെ നടന്നു, അഥവാ സെയ്ദിന്റെ കല്യാണം നടന്നു, സെയ്ദിന്റെ കല്യാണം നടന്നു, അതിനെ ഒഴിവാക്കിച്ച് നബി കെട്ടി. പക്ഷെ അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റില് അതൊരു ഫോഴ്സ്ഫുള്ളി നടത്തിയൊരു കല്യാണം, അത് തെറ്റാണ്. ഒരു തെറ്റ് ചെയ്തിട്ടാണ് ഒരു നിയമം വീണ്ടും പ്രാബല്യത്തിൽ വരുത്താന്ന് വെച്ചാലും ആ കല്യാണം നടക്കുന്നത് തന്നെ സൈനബിന് താല്പര്യമില്ലാതെയാണ്. അപ്പൊ അള്ളാഹ് ആയത്തിറക്കി കൊടുക്കുന്നത്. ഇവിടെ നോക്കൂ, അള്ളാഹ് ആയത്തിറക്കി കൊടുക്കുകയാണ് മുഹമ്മദ് നബിക്ക്. അള്ളാഹു റസൂൽ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാവാൻ ഒരു സത്യവിശ്വാസിയായ സ്ത്രീക്കോ പുരുഷനോ അവകാശമില്ല എന്നാണ്. അതായത് സൈനബിന്റെ കല്യാണവുമായി ബന്ധപ്പെടുത്തി ഇറക്കിയ ആയത്താണത്. സൈനബിനെ സെയ്ദിനെ കൊണ്ട് കെട്ടിക്കണം എന്ന അള്ളാഹിന്റെ റസൂലിന്റെ തീരുമാനമാണ്. പിന്നെ അതിൽ നോ പറയാൻ സൈനബിന് അവകാശമില്ല എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ കല്യാണം അവളുടെ സമ്മതമില്ലാതെ നടക്കൂല എന്ന് പറയുന്ന അതേ പഠിച്ചോന്റെ അടുത്താണ് കേട്ടോ കിതാബ് തന്നെ. ഇനി ഇതിന്റെ ലോജിക്ക് മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഈ കല്യാണം നീണ്ടു നിൽക്കൂലെന്നും സെയ്ദും സൈനബും തമ്മിൽ ഒത്തുപോകില്ലെന്നും പ്രശ്നം ഉണ്ടാവുന്നു കാര്യം തീർക്കണമെന്നും അള്ളാഹ്ക്ക് അറിയില്ലേ? അതന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു നിയമം നടപ്പിലാക്കാൻ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് ചിലപ്പം മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ എങ്കിൽ ഈ രണ്ട് വ്യക്തികൾക്ക് എന്തായാലും മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവില്ലേ? പക്ഷെ എന്തിനാണ് ഫോഴ്സ് ചെയ്യണ? ഞാൻ പറഞ്ഞത് മറ്റേ സാലിമിന് മുല കൊടുത്തോ എന്ന് പറഞ്ഞ നബിക്ക് സെയ്ദിനെ ഒഴിവാക്കാൻ ഇങ്ങനെ ആയത്തിറക്കി. ഈ രണ്ടും തമ്മിൽ പൊരുത്തപ്പെടില്ലല്ലോ.
അപ്പൊ ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ട് ഇതൊരു എന്താ പറയാ, നമ്മള് പാലേരി മാണിക്യത്തിലെ മറ്റേ മൂല്യര് അല്ല മറ്റേ ആ ഒരു മമ്മൂട്ടിയുടെ കഥാപാത്രല്ലേ, മറ്റേ ആ മുതലാളിയായിട്ടില്ല. മുതലാളി. അത്രേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് എന്താ ഉള്ളത്? സാമൂഹിക ഘടനയിൽ മുഹമ്മദ് പ്രവർത്തിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ ദാനം ചെയ്യാൻ വന്നാൽ അതും സ്വീകരിച്ചോളിന്ന്. എന്നിട്ട് ഉപരി ചോദിക്കും, ദാനം ചെയ്യാൻ വന്ന എന്നിട്ട് ഏതെങ്കിലും നബി സ്വീകരിച്ചിട്ടുണ്ടോ എന്നാ ചോദിക്കുക. പക്ഷെ ഇത് അതുപോലെ തന്നെ ഈ കല്യാണം, നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഒരാഴ്ചന്റെ ഉള്ളില് ഒന്നും കൂടി ഞാൻ വിളിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാല് എന്റെ ഫാമിലിയിൽ ഒരു ഡിവോഴ്സിനുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിന്റെ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഈ കല്യാണത്തിന്റെ വിഷയം വന്നുകൊണ്ട് അന്നേരം ഓർമ്മിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പിന്നെന്ന് വെച്ചാല് ഈ മറന്നല്ല അല്ല, ഞാൻ ഈ കല്യാണത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴാണ്. എങ്ങനെ കല്യാണത്തെ കുറിച്ച് എന്താ പറഞ്ഞപ്പോഴാണ് അറിയാം. ഓക്കെ. ഈ നിയമം വരുന്ന കാര്യം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ കണ്ട് ഒരു ഉസ്താദം കണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നങ്ങാണ്ട് 2 പ്രാവശ്യം ഇവര് വിളിക്കുന്നത്. അപ്പം അത് സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ എന്ന് പറഞ്ഞൊരു ഉസ്താദ്. പക്ഷെ അതിനകത്ത് ഇവരൊരു ഇത് പറയുന്നുണ്ട്. എന്താ പറയാ, ആദ്യം ഒരു നിയമം വന്നു, അതിനെ റദ്ദ് ചെയ്തു. രണ്ടാമത് പുതിയൊരു നാസിക്കും മൻസൂഖായ ആയത്തുകള്. പക്ഷെ നമ്മള് ഇപ്പം കള്ളുകുടി എന്നുള്ള ഒരു നിയമം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നിയമം, അത് ആദ്യം കുറച്ച് പിന്നെ കുറച്ചും കൂടി കുറച്ച് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അതൊരു ഘട്ടമായിട്ട് കംപ്ലീറ്റ് അതിനകത്തേക്ക് നിർത്തുന്ന കാര്യമാണ് ഉള്ളത്. പക്ഷെ ഇന്നലെ അയാൾ വേറൊരു നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ആദ്യം അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. പിന്നെ നോമ്പിന്റെ കാര്യത്തിലുള്ള ഈ സംഭവം തന്നെ, നോമ്പിന്റെ ഇടയിലുള്ള ഈ ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തില് ആദ്യം അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. പിന്നെ അത് കുറച്ച് രാത്രി മാത്രമായിട്ട് അനുവദിച്ചു കൊടുത്തു എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഘട്ടം എന്നുള്ളതിന് നേരെ തലതിരിഞ്ഞൊരു വാദമാണത് വരിക. ഘട്ടം ആണെങ്കിലും ഒക്കെ അത് ശരി പറയണമെന്നുണ്ടെങ്കിൽ ഒരു തെറ്റിനെ കുറച്ച് കൊണ്ടുവന്ന് സമൂഹത്തിൽ ഏകദേശം നിർത്തിരാനായ സമയത്ത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ശരിയാണ്. പക്ഷേ എങ്കിൽ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി എന്നിട്ട് അതിനെ കുറച്ച് അനുവദിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഇത് സാഹചര്യത്തിനനുസരിച്ചിട്ട് മലക്കം മറിഞ്ഞൊരു ഇതാണ് കാണുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ മുഹമ്മദ് നബിനെ കാണാൻ പോകുന്നവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരായത്തിറങ്ങി. അലി കളിയാക്കാൻ തുടങ്ങി. അലി അകത്തോട്ട് പോകുമ്പോഴും പിന്നെ സമ്മാനം കൊടുക്കും, പുറത്തോട്ട് വരുമ്പോൾ സമ്മാനം കൊടുക്കും വീട്ടിലേക്ക്. അപ്പൊ അങ്ങനെ അത് ഒറ്റ ദിവസത്തെ ആയുസ് ഉണ്ടായുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് അറിയാം. എങ്കിലും ഇപ്പൊ എന്റെ ഉള്ളിലുണ്ടല്ലോ, ഇത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പല രീതിയിൽ ന്യായീകരിക്കാൻ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നാൽ തന്നെ അതിന്റെ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യം എന്താണ്? അത് വരും. ഇപ്പൊ നമ്മളെ കാലിലൊരു മുള്ളു കൊണ്ടാലും നമുക്ക് തോന്നും ഇത് പഠിച്ചോനെതിരെയുള്ള ചിന്ത പ്രവർത്തിച്ചിട്ടാണ്, പഠിച്ചോൻ തരുന്ന മുന്നറിയിപ്പാണ്, ശിക്ഷയാണെന്നൊക്കെ നമുക്ക് തോന്നും. അത് തികച്ചു സ്വാഭാവികമാണ്. അത് ശരി, ഓക്കെ. അപ്പം പിന്നെ വേറെ വിഷയം എന്ന് വെച്ചാല് എനിക്ക് 2 മക്കളാവില്ല. അപ്പൊ മൂത്തത് പെൺകുട്ടിയാണ്. അപ്പൊ അവള് മദർസിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പം വീട് മാറിയിട്ട് വന്നു. അപ്പം പിന്നീട് ആകത്ര 2-3 മാസം ആണെന്നുള്ളൂ. കഴിഞ്ഞ ഡിസംബറിൽ അങ്ങോട്ട് മാറി വന്നേ. അപ്പൊ ഞാൻ മദർസിൽ ചേർത്തില്ല. പക്ഷെ ഇപ്പോഴും വീട്ടുകാരും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കാരണം അത്ര 2-3 മാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, 1 വർഷം കളയണോ എന്നുള്ളൊരു ചോദ്യം. അതിപ്പം ഇങ്ങനൊക്കെ നമ്മൾ പഠിച്ചിട്ടും എനിക്ക് മുന്നേ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇവിടെ ഈ കഴിഞ്ഞ വർഷം തന്നെ ഇപ്പൊ ഞാൻ ഏകദേശം കറക്റ്റ് പറഞ്ഞാൽ ഞാനിപ്പോ ഏകദേശം ഒരു 2.5 വർഷത്തോളം ആയിട്ടോ പള്ളിയിലെല്ലാം പോയിട്ട്. എന്നിട്ടും ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് എനിക്ക് വേറെ വിഷയം കൂടി ഉണ്ട്. എനിക്ക് ഈ വെറുതെ എന്നോട് തന്നെ ഇപ്പം
നമ്മളിങ്ങനെ ചോദ്യം പറഞ്ഞിട്ട് നീ ഒന്ന് നിസ്കരിക്കാത്ത എന്നുള്ള ചോദിച്ചാലും നിനക്ക് നിസ്കരിച്ചൂടെ, നിനക്ക് വിശ്വാസമില്ല, ഓക്കെ, എങ്കിലും നീ നിസ്കരിച്ചാൽ നിനക്ക് നല്ലതല്ലേ എന്ന് ചോദിച്ചാല് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എനിക്കത് കറക്റ്റായി, ഞാൻ വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവനല്ലായിരുന്നു. ഉള്ളിന്റെ ഉള്ളില് ഞാൻ ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് വസ്വാസം എന്ന് പറഞ്ഞാല് അങ്ങനത്തെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് എടുക്കുന്ന സമയത്ത് 2 പ്രാവശ്യം കഴിയോ, 3 ആയിട്ടില്ലേ എന്ന് വിചാരിച്ചാല് തലേന്ന് മുതലേ കൊണ്ടുപോയി എന്നുവെച്ചാല് പെർഫെക്റ്റ് ആക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പകുതി വിശ്വാസത്തിലും അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സമയത്ത് തന്നെ പോയിട്ട് നിസ്കരിക്കാന്ന് പറഞ്ഞാല് അത് എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു, ഇത് നമ്മളൊക്കെ കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് നമ്മള് സ്വന്തത്തോട് ആത്മാർത്ഥമുള്ള ആളുകള്, മനസാക്ഷിയോട് കൂറുള്ള ആളുകൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഇത് സമാനമായിട്ടുള്ള അനുഭവത്തിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ മദീനയിൽ ചെന്ന് ഇറങ്ങിയിട്ട് എന്നോട് ആളുകൾ എല്ലാരും പറഞ്ഞത് ആദ്യം ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവേശിക്കുന്ന മുമ്പ് ആദ്യം ഉംറ ചെയ്യണം, എന്നിട്ട് ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സംശയത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഉംറ അത്ര ഒരു എന്താ പറയാ ഹജ്ജ് പോലത്തെ ഒരു കർമ്മം അല്ലാത്തത് കൊണ്ടും എന്റെ വസ്വാസം ഉള്ളത് കൊണ്ടും ഞാൻ അതിന് പോയില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് സംശയത്തിലായിരിക്കുന്നത് കൊണ്ട് നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകൾ ചെയ്തു. മനസ്സിലായോ? ഐച്ഛികമായിട്ടുള്ള സാധനങ്ങള് അത് അങ്ങനെ അതിൽ നിഷ്കർഷൊന്നും ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് നമ്മൾ ഇത് ചെയ്തേ പറ്റൂ എന്ന് തോന്നണ നിർബന്ധമുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, പഠനം നടക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, അതല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് തൽക്കാലം വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ അങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഇതൊന്നും, പിന്നെ നമുക്ക് തീരെ വിശ്വാസമുണ്ട് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം, ഇതെല്ലാം പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ ഒരു തവണ പോലും നിസ്കരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, നിസ്കരിച്ചിട്ടുമില്ല. ഇപ്പൊ നമ്മളൊരു യാത്ര പോകണം, ഫ്രണ്ട്സൊക്കെ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് യാത്രയിലൊക്കെ പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, അതിനൊന്നും നമ്മള് അതിന്റെ കൂടെ നിൽക്കില്ല. അതാണ് എന്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. അവര് പള്ളിയിൽ പോവും, ഞാൻ പുറത്ത് നിൽക്കും. അല്ലേ, അതിപ്പോ നമുക്കൊരു എന്താ പറയാ, ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ആ നിസ്കാരം കൊണ്ട് അത് കൈയ്യെട്ടിയിട്ട് ഫാത്തിഹ ഓതിയാലും പഠിച്ചവന്റെ മുന്നിൽ നിന്നിട്ടാണ് നിസ്കരിക്കുന്നത് എന്നുള്ളതാണ് കണക്ക്. പക്ഷേങ്കിൽ അവിടെ പഠിച്ചവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തലകുത്തി നിസ്കരിച്ചിട്ടും. അതില് എന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് വെച്ചാല് ഒരു ദൈവം ഉണ്ട്, ഒരു ശക്തി ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ദീനം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, അത് ആ കാലത്താണ് ഞാൻ ഈ സംശയത്തിലൂടെ പോകുന്നത് എന്ന് പറയാം. അപ്പൊ ആ കാലത്തിലൂടെ ആ സംശയത്തിലൂടെ പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് അത് എന്താ പറയാ, നമ്മള് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വിശ്വാസം ഇത് ദൈവത്തിൽ നിന്നുള്ളതൊന്നും അല്ല എന്ന് ബോധ്യം വന്നതിന് ശേഷം എനിക്ക് പിന്നെ ഒരു കാര്യം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇത് ചെയ്യാന്നൊക്കെ പറയണത് അത് ഭയങ്കര മനപ്രയാസമുള്ള കാര്യമാണ്. കാരണം നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം നമ്മൾ ആരെ ബോധിപ്പിക്കാനായി ചെയ്യുന്നത്? അതന്നെയാണ് എനിക്കൊരു ആ ബോധ്യം എന്നുള്ളത്. ഇപ്പൊ എന്റെ കേസ് പറഞ്ഞാല് എനിക്കിപ്പോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ശരിക്കും എന്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഇസ്ലാം എന്നുള്ളൊരു വിശ്വാസം കംപ്ലീറ്റ് ആയിട്ട് 100% പോയി എന്ന് പറയാൻ ആയിട്ടില്ല. എങ്കിലും പഠിച്ചവനുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് ഇന്ന ആളാണോ, ഈ ഖുർആൻ പറഞ്ഞ ആളാണോ, അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ എന്ന ഡൗട്ടല്ലേ. ഘട്ടം ഘട്ടമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടാന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു പ്രോസസ്സാണ്. ഇങ്ങനെ ആദ്യം നമുക്ക് ഈ ഹദീസും മറ്റു അതിനോടനുബന്ധമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും വേറെ കുറെ അനാചാരങ്ങളും ഒക്കെ ശരിയല്ല നമുക്ക് തോന്നും. പിന്നെ അങ്ങനെ ഹദീസ് തള്ളും, പിന്നെ ഖുർആന് സംശയം വരും. ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇതൊരു ജേണിയാണ് എന്ന് പറയാം. ഇതിലേറ്റവും അവസാനം പോകുന്ന വിശ്വാസമായിരിക്കും ഈ ദൈവത്തിലുള്ള വിശ്വാസം. അത് ചിലർക്ക് പോകാതെ ഇരിക്കാം. അത് അങ്ങനെയാണ് അതിന്റെ ഒരു ജേണിയാണത്. എന്നെ സംബന്ധിച്ച് ആ ഒരു യാത്ര ഒരു 6-7 വർഷം കണ്ടു നിന്നൊരു യാത്രയായിരുന്നു. ഇത് നമ്മള് കാരശ്ശേരി മാഷ് അഗ്നോസ്റ്റ് ആണ് പുള്ളി. സന്ദേഹവാദി. അതെ. മൂപ്പർക്ക് ഉണ്ടെന്ന് ഉറപ്പില്ല, ഇല്ലാന്ന് ഉറപ്പില്ല. അത് ഓരോ ആളുകൾ സത്യസന്ധമായിട്ടുള്ള ബോധ്യങ്ങളാണ് ഇതൊക്കെ.
അതിനെ ചില ആൾക്കാർ പരിഹസിക്കണൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ അത് അബദ്ധമാണ്. ഞാൻ മറ്റേ മുപ്പരുമായിട്ട് ഇയാള് ആ പറയുന്നുണ്ടായിരുന്നു സ്പെയിൻലെസ് എത്തിസ്റ്റ് എന്നൊക്കെ. അതൊക്കെ വളരെ അബദ്ധവാദങ്ങളാണ്. ഒരാളുടെ ബോധ്യം സത്യസന്ധമായിട്ട് ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് അയാൾ ദൈവം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല എന്ന് പറയണതും ദൈവമില്ല എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില്. അപ്പൊ പിന്നെ അയാള് ആരെ പേടിച്ചിട്ട് നമ്മള് സത്യസന്ധമായിട്ടുള്ള നിലപാട് പറയണതിന് ആരെയും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നതും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല എന്ന് പറയുന്നതും ദൈവമില്ല എന്ന് പറയുന്നവരെയും സംബന്ധിച്ച് ദൈവവിശ്വാസികൾക്ക് ഒരേ കാഴ്ചപ്പാടാണ്. കാരണം അവർ ദൈവവിശ്വാസി അല്ല എന്നതാണ്. അതില് ഓരോ ആളുകൾക്ക് ഓരോരോ ബോധ്യങ്ങളായിരിക്കും. അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ എത്രയോ വിശ്വാസമുള്ള ആളുകൾ, ദൈവവിശ്വാസമുള്ള ആളുകൾ ഈ ദൈവങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്ത, ഈ ഒരു മത കഥ പറയുന്ന ദൈവത്തിലും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്, ദൈവവിശ്വാസികളായിട്ട് അറിയപ്പെടുന്നവര്. അങ്ങനെ ദൈവവിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇത് പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ലെയർ. അപ്പൊ ഇത് ഞാൻ എന്റെ മക്കളുടെ കാര്യത്തിലേക്കും കൂടി വരികയാണ്. അപ്പൊ ഒന്നാമത് ഇപ്പം മോളെ ഞാൻ ഈ വർഷത്തെ ക്ലാസ് പോയല്ലോ, ഇനിയിപ്പോ അടുത്ത വർഷം ഞാനത് ചേർക്കണോന്നുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ചേർക്കാതിരിക്കാന്ന് തന്നെ ഞാൻ പറയൂ. അല്ല, ഞാൻ അങ്ങനെയും വിചാരിച്ചു. കാരണം ഞാൻ അന്ന് കഴിഞ്ഞ വർഷം ചേർക്കുമ്പോഴേ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാല് രാവിലെ എഴുന്നേറ്റ്, ഒന്നാമത് കുട്ടികൾക്ക് രാവിലെ കുറച്ചു നേരം കിടക്കുക ഉറങ്ങാന്നൊക്കെ പറഞ്ഞത് അത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. എങ്കിലും അതൊരു ഫോഴ്സ്ഫുള്ളി എഴുന്നേക്ക് പോയിട്ട് മദർസയിൽ പോകും, അത് തിരിച്ചു വരാം. എവിടെയെങ്കിലും നമുക്കിപ്പോ ഒരു കല്യാണത്തിനോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ നാളെ മദർസ ഉണ്ട്, അപ്പൊ ഇന്ന് രാത്രി പരിപാടിയിലൊന്നും കൂടാൻ പറ്റില്ല, നേരത്തെ തിരിച്ചു വരണം. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിലും അത് നല്ലതിന് വേണ്ടിയിട്ട് ഇനി ഇഥവാ ഉണ്ടെങ്കിൽ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേർത്തത്. അന്നേരം പിന്നെയൊന്ന് ഞാൻ വിചാരിച്ചു, ഏതായാലും 1-ാം ക്ലാസ്സിലല്ലേ, ഇനിയിപ്പം ഒരു ഭാഷ പഠിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ഇസ്ലാമിന്റെ വാദയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അത് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ എന്റെ സംശയങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മോക്ക് ഞാൻ കൊടുക്കുന്നത് നല്ല കാര്യമായിരിക്കും. കാരണം എന്നാലും എന്റെ ഒരു ഡൗട്ടിന്റെ പുറത്ത് അവളെ പഠിക്കാൻ വിടാണ്ടിരുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേർത്തത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഈ വിശ്വാസത്തിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ ഇനി ഇതിൽ നിൽക്കുന്നത് ഇതുണ്ടോ. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ആൺകുട്ടിയാണ്, അതിനിപ്പം ചെയ്തിട്ടില്ല. കാരണം ഇനിയിപ്പോ അത് ചെയ്യുന്നില്ല, അതിപ്പം മറ്റേത് മദ്രസന്ന് ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് അതങ്ങ് ഒഴിവാക്കി വിടാം. പക്ഷെ ഈ ചേലാകർമ്മം ചെയ്യണം എന്നുള്ളത് ഒരു നിയമമായിരിക്കെ അത് കുടുംബക്കാരടുത്തുനിന്നും എല്ലായിടത്തും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഡിപ്രഷന്റെ ഒരു സ്റ്റേജിലൊക്കെ ഉള്ളതല്ലേ. പക്ഷെ അങ്ങനെ ആൾക്കാരെ അത് ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓരോ സാഹചര്യം നമ്മുടെ സാഹചര്യം നമ്മൾ ശരിയായ രീതിയിൽ വിലയിരുത്തി പരമാവധി മനസമാധാനം ഉള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയാം. കുട്ടികളെ ചേലാകർമ്മം ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം അത് ഇറിവേഴ്സിബിൾ ആണ്, ഇറിക്കവറബിൾ ആണ്. നമുക്ക് തിരിച്ചെടുക്കാനോ തിരിച്ച് ശരിയാക്കാനോ കഴിയില്ല. അത് അനീതിയാണ്, കുട്ടിയോട് കാണിക്കുന്ന ഒരു കടുത്ത അനീതിയാണ്. അത് ഞാനിപ്പോ അങ്ങനെ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എങ്കില് പിന്നീട് ഒരു കാലത്ത് എന്റെ മക്കൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ് ചേലാകർമ്മം എനിക്ക് എപ്പോ വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പൊ പോയി ചെയ്യാവുന്നതാണ്. ഇബ്രാഹിം നബി 50-ാമത്തെ വയസ്സിൽ ചെയ്തത് അതന്നെ. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് ചേലാകർമ്മം ചെയ്യുന്നു എന്ന് പറയുമ്പം അത് അതൊന്നും ഇപ്പൊ നാട്ടുകാരെ അറിയിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സുന്നത്ത്. ഞാൻ പറയണെന്ന് വെച്ചാല്, നിങ്ങൾ ചെയ്യാതിരിക്കുകയും അവന് വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ പിന്നെ ചേലാകർമ്മം ചെയ്യുകയും ചെയ്യുന്നത് പോലല്ല നിങ്ങൾ ചെയ്യണത്. മനസ്സിലായോ? നിങ്ങൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇത് നടത്താണ് അതിനകത്ത്, ഒരു ആൾട്രേഷൻ നടത്താണ്. അതൊരു കാരണവശാലും കുട്ടികളെ മദ്രസ നാട്ടുകാരെ പേടിച്ചിട്ട് ഇപ്പൊ ഓൺലൈൻ മദ്രസൊക്കെ അങ്ങനെ പറഞ്ഞു നിർത്താമെന്നുണ്ടെങ്കിൽ ചേലാകർമ്മം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് തള്ളി നീക്കി കൊണ്ടാനെ
ചെയ്യാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നുള്ളത് സ്റ്റേൺ ആയിട്ടുള്ള തീരുമാനം എടുക്കുക. അത് ചിലപ്പോ ഒരു ഒച്ചയും കുറച്ച് ദിവസം ഉണ്ടാവും, അതത്രേ ഉള്ളൂ. അത് അതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നില്ലല്ലോ മനുഷ്യന്മാര്. ഒറ്റപ്പെടും എന്നുള്ള കാര്യത്തില് നമ്മൾ എന്തിന്റെ പേരിലും മക്കളോട് ക്രൂരത കാണിക്കാൻ പാടില്ല എന്നാ ഞാൻ പറയാം. ബാക്കിയൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരികയെ കുറച്ച് അഭിനയിക്കേണ്ടി വരികയൊക്കെ ചെയ്യണമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ കുട്ടികളോട് അനീതി കാണിക്കാൻ പാടില്ല എന്നാണ്. നമുക്ക് പൂർണ്ണമായിട്ട് അറിവുണ്ടായിട്ട് ബോധ്യം ഉണ്ടായിട്ട് നമ്മൾ ഒരു കുട്ടിയോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല. അത് ടോട്ടലി ഞാൻ അതിന് അഗെയിൻസ്റ്റ് ആണ്. കാരണം അത് ഒരു തരത്തിലും തിരിച്ച് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് മാത്രമല്ല, ഓനിപ്പോ ഇനി അത്ര കടുത്തൊരു വിശ്വാസിയായി മാറുകയാണെങ്കിൽ ഓനിക്ക് എപ്പോ പോയാലും 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് പിന്നെ എന്താ പറയാ 4-5 ദിവസം കൊണ്ട് മുറി ഉണങ്ങുന്ന രീതിയിൽ ചെയ്യാവുന്ന ഒരു ചെറിയ സർജിക്കൽ പ്രൊസീജിയറാണ്. അത് അവന്റെ ശരീരത്തിൽ അവൻ ചെയ്യുമ്പോൾ അത് അവന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് ചെയ്യുന്നത് അവന്റെ ബോധം ഉറക്കാത്ത കാലത്ത് നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ്, കുട്ടികളോടുള്ള ക്രൂരതയാണ്. ഞാനിപ്പോ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ നിലപാടുകളോട് സത്യസന്ധത പുലർത്തുന്നത്. ഇപ്പം വിശ്വാസം വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ അവരെ പ്രത്യേകിച്ച് ഒന്നും നിങ്ങളായിട്ട് ഒരു പർട്ടിക്കുലർ വിശ്വാസത്തിലേക്ക് അവരെ ഫോഴ്സ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അവര് വിശ്വാസിയാകുവോ അല്ലാതിരിക്കുവോ എന്നുള്ളതൊക്കെ അവർക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ എല്ലാരും കേസില് ചെറുപ്പത്തിലെ നമ്മൾ പഠിപ്പിച്ചു, നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചു. അതിനകത്തുനിന്ന് റിക്കവർ ചെയ്ത് പുറത്തിറങ്ങുക എന്നുള്ളത് ഭയങ്കര പണിയായിരിക്കും. പക്ഷേ ഇവർക്ക് രണ്ടാമത് ഈ കണ്ടീഷൻ ചെയ്യപ്പെടാത്തൊരു മൈൻഡിനെ ഇത് തിരിച്ച് ഇതിനകത്തേക്ക് വരിക എന്ന് പറയുന്നത് അതും പ്രശ്നമാണ്. കാരണം കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരല് നടക്കൂലെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാ? അത് കുട്ടികള് ഇപ്പൊ മറ്റേയാള് പറഞ്ഞ ടി കെ അഷ്റഫ് പറഞ്ഞ ആശങ്കയാണ്. അതായത് കുട്ടികളെ നമ്മള് മതരഹിതരായിട്ട് വളർത്തിയാല് അവരെ പിന്നെ ഒരു വിശ്വാസത്തിലേക്ക് തിരിച്ചു കിട്ടൂല. കാരണം എന്താ വെച്ചാൽ ആ വിശ്വാസം യുക്തിയുടെ മുകളില് അവനവന്റെ എന്താ പറയാ നമ്മുടെ ബോധ്യത്തിന്റെ മുകളിൽ നിൽക്കുന്ന സാധനമല്ല. അതുകൊണ്ടാണ്. മനസ്സിലായോ? എന്നിട്ടും വിശ്വാസത്തിലേക്ക് പോണ ആൾക്കാരില്ലേ? ഉണ്ട്. അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ല വെച്ചാൽ ഉണ്ട്, അതും ഉണ്ട്. അത് ഞാൻ ജബ്ബാർ മാഷിന്റെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഇന്നലെ കണ്ടത് മിഞ്ഞാന്നാ. മറ്റേ മൂപ്പരെ മക്കളെ മതരഹിതരായിട്ട് വളർത്തിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. ഞാനിപ്പോ മിഞ്ഞാന്ന് വിളിച്ച ആളോട് ഞാൻ ചോദിച്ചല്ലോ, മതം ഇല്ലാതായ എന്താ ലോകത്ത് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അപ്പൊ നിങ്ങളുടെ മക്കളെ ഇപ്പം ഒരു മദ്രസയിൽ വിട്ടിട്ടുണ്ടായിരുന്നു? ഞാൻ മൂത്ത ആള് മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഒരു മക്കളെയും ഇപ്പൊ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്. അവരൊന്നും മതം കൊണ്ടല്ല ജീവിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ എങ്ങനെ ചിന്തിച്ചാൽ ഇപ്പൊ ഒരു ടൈമില് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും ദൈവമില്ല, ഒന്നുമില്ല, നമ്മൾ പരിണാമപരമായിട്ട് ഇങ്ങനെ ഉണ്ടായി ജീവിച്ചു പോന്നു. കുറച്ചിൻ്റെ ആകുമ്പോൾ നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ നമ്മൾ മരിച്ചു പോകും. ഇതിങ്ങനെ ഒരു പ്രോസസ് ഇങ്ങനെ നടന്നു വരുന്നുണ്ടെങ്കിലും ഇടയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കത്തൽ കത്തും. ഇതിന്റെ പിന്നിൽ ആ കത്തല് മദ്രസയിൽ നിന്ന് കത്തിച്ച കത്തലാണ്, വേറൊരു കത്തലും ഇല്ല. അല്ല, അത് ഓട്ടോമാറ്റിക് നമുക്കത് മദ്രസയിൽ നിന്ന് കത്തിച്ചതാണെന്നേ. നിങ്ങൾക്ക് സംശയം വേണ്ട അതിന്റെ കാര്യത്തില്. മദ്രസയിൽ നിന്ന് കത്തിച്ച കത്തലാണ്, വേറെ ഒരു കത്തലും അതിന്റെ ഉള്ളിലില്ല. എനിക്ക് ആ കാര്യത്തിലൊരു സംശയമില്ല. പക്ഷെ ഇത് വിട്ടുപോകാൻ കുറച്ച് പണി തന്നെയാണല്ലേ? അതായിരിക്കും. വിട്ടുപോകാനുള്ള പണി മദ്രസയിൽ നിന്ന് നമ്മള് പഠിപ്പിച്ചെടുത്തത് നമ്മളെ മനസ്സിന്ന് കുറച്ച് മാറി. എനിക്ക് എന്റെ മൈൻഡിൽ ഇപ്പോഴും വിട്ടു പോകണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അത് ഇതുകൊണ്ടാണ്. ഇതൊക്കെ ആ ഈമാന്റെ ഉറപ്പിലാണ്. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അപ്പൊ ഞാനത് ഒരു വേറെ കാര്യങ്ങൾ അന്ന് ഏട്ടനോട് ചോദ്യം ചോദിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതേ സമയത്ത് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിന്റെ ശരിക്കും പറഞ്ഞാല് അന്ധമായിട്ടൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നതും നമ്മൾ അറിഞ്ഞിട്ട് അതിന്റെ ഫാക്ട് ചെക്ക് ചെയ്ത് ഇന്നത് കൊണ്ടാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ രണ്ടിനും ഏതിനാന്ന് നമ്മളെ തുലാസിലിട്ടാൽ ഏതിനാന്ന് കാര്യം ഇത് കനം കൂടലെന്ന് വെച്ചാല് നമ്മൾ അറിഞ്ഞിട്ട് വിശ്വസിക്കുന്നതിനായിരിക്കും കുറച്ചും കൂടി പവർ ഉണ്ട്. അറിഞ്ഞ പിന്നെ അത് ബോധ്യമാണ്, പിന്നെ വിശ്വാസമല്ല. വിശ്വാസമാണ് പ്രശ്നം. വിശ്വാസം എന്ന് പറഞ്ഞ സാധനമാണ് പ്രശ്നം.
നിങ്ങൾക്ക് ഒരു കാര്യം പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാൽ പിന്നെ അത് നിങ്ങളുടെ വിശ്വാസമല്ല, അത് നിങ്ങളുടെ ബോധ്യമാണ്. അവിടെ പിന്നെ വിശ്വാസത്തിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. മനസ്സിലായോ? നമ്മളൊരു കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് എങ്കിൽ അത് നമ്മുടെ ബോധ്യമാണ്, പിന്നെ അത് വിശ്വാസമല്ല. ബോധ്യങ്ങൾ എപ്പോഴും എല്ലാ മനുഷ്യരും അവരവരുടെ ബോധ്യത്തിൽ നിൽക്കണം എന്ന് തന്നെ ഞാനും പറയാം. ഒരാൾക്ക് ബോധ്യപ്പെടുകയാണ് ദൈവം ഉണ്ട് എന്ന്, അയാൾ ആ ബോധ്യത്തിൽ നിൽക്കട്ടെ. അത് വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്, ബോധ്യം എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും സുന്നത്തിന്റെ കാര്യം ആലോചിക്കുക ചെയ്യരുത്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം നമ്മുടെ നാട്ടില് ഇത് ചെയ്തു വരുന്ന സമയം 5 വയസ്സായി. അല്ല, ആ ഒരു 1-2 വർഷം കൂടി ചിലപ്പോ ഒരു പ്രഷറോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. 1 വർഷം 2 വർഷം ഇങ്ങനെ ചോദിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിങ്ങനെ ചോദിച്ചോണ്ടിരിക്കൊന്നുമില്ല. പിന്നെ നമ്മളൊരു തീരുമാനം സ്റ്റേൺ ആയിട്ട് പറയുന്നവരെ ചോദിക്കുള്ളൂ കേട്ടോ. സ്ട്രോങ് ആയിട്ട് പിന്നെ അത് നിങ്ങൾ തീരുമാനിച്ചാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ ചോദിക്കാനുള്ള സ്പേസ് ഇട്ട് കൊടുക്കായിരുന്നു മതി. അല്ല, ഞാൻ അത് ഓക്കെ. പക്ഷെ ഇത് ഞാനിപ്പോ പറഞ്ഞില്ലേ, ഞാനിപ്പോ 2 വർഷത്തോളമായി ഞാനിപ്പം പള്ളിയിലൊക്കെ പോയിട്ട്. അത് ഒന്നാമത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് പോയതല്ല. ഒന്നാമത് എനിക്കെന്ന് വെച്ചാൽ ഈ ഡിപ്രഷൻ ഉണ്ടായിന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഈ ആൾക്കൂട്ടത്തിൽ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പോരാത്തതിന് ഈ നമ്മള് നിസ്കാരത്തില് ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ സാധാരണ നമ്മള് വീട്ടിൽ നിന്ന് നിസ്കരിക്കലും, പക്ഷെ ജുമാക്ക് എന്തായാലും പള്ളിക്ക് പോകണമല്ലോ. പക്ഷെ പള്ളിയിൽ പോയിട്ട് നമ്മൾ ഫാത്തിഹ കഴിഞ്ഞ് ആമീൻ പറയുന്ന ആ ഒരു എല്ലാരും ഒരുമിച്ചൊരു ആമീൻ പറയലില്ലേ, അതിനകത്ത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ഒരു സൗണ്ട്, ആ ഒരു ക്രൗഡിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്നുള്ളൊരു ഒരു ആമീൻ എന്നുള്ളൊരു ഒരു 10-100 ആൾ ഒരുമിച്ച് ഒറ്റ പറച്ചിലില്ലേ, അത് നമ്മളിപ്പോ നിലവിളി എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അന്നേരം ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇതൊരു ആത്മീയപരമായിട്ടുള്ളൊരു സാധനമാണ്. എനിക്ക് പറയുന്നത് എനിക്കൊരു ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിലും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് നിൽക്കും. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പ്രഷർ കൊടുക്കുകയോ നിങ്ങളെ തന്നെ പ്രഷർ ഒന്നും ചെയ്യണ്ട. ഇത് നൈസർഗികമായി സംഭവിക്കും. കാരണം ഈ ചിന്ത, ഈ ചിന്തിക്കാനുള്ള ഈ പ്രേരണ, ഈ ആലോചന, അന്വേഷണം അത് നിങ്ങളുടെ ഉള്ളിലുള്ളതാ. അതങ്ങനെ വർക്ക് ചെയ്യും. അതിൽ നിങ്ങൾ കൃത്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തും ചെയ്യും. നമ്മളായിട്ട് അതിന് അർജന്റ് ആക്കണ്ട, നമ്മളതിനെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കണ്ട. നമ്മൾ എങ്ങനെയാണോ നമ്മളെ മനസ്സ് നമ്മളോട് പറയുന്നത് അതിൽ അന്വേഷണം നടത്തുക. ഇപ്പൊ ഒരു സംശയം തോന്നുന്നു, ഉള്ളിൽ നിന്നൊരു ചോദ്യം വരികയാണ്, ആ ചോദ്യത്തിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അത് ശരിയായ രീതിയിൽ യുക്തിഭദ്രമായിട്ട് അതിൽ അന്വേഷണം നടത്തുക, നിങ്ങളൊരു ഉത്തരത്തിലേക്ക് എത്തും. അങ്ങനെ നിരന്തരമായി നടക്കുന്ന ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളിലൂടെയാണ് നിങ്ങൾ സത്യത്തിലേക്ക് എത്തുന്നത്. അതാണ് പള്ളിയിൽ പോവാത്തതിന്റെ കാര്യത്തില് എനിക്കിപ്പോ എന്നോട് ഇപ്പൊ ആരും ചോദിക്കാറൊന്നുമില്ല. അതാണ് നമ്മളൊരു തീരുമാനം പറയുന്നവരെ ചോദിക്കോളൂ. അല്ല, ഞാനിനി പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ട് എനിക്ക് ഞാൻ ആ സമയത്ത് ആ ഒരു ഇളവ് അന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ അതിപ്പോ ഏകദേശം ഒരു വർഷത്തോളം എനിക്ക് തീരെ ക്രൗഡിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഒരു 4 മാസത്തോളം തൊട്ടടുത്തുള്ള കടയിൽ വരെ പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വീട്ടിനുള്ള ഡോക്ടറെ പോയിട്ട് കാണുക, അവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ ആരെങ്കിലും ഒന്നിച്ച് കൂടെ ഉണ്ടാവും, ഒന്നെങ്കിൽ വൈഫ് ഉണ്ടാവും അല്ലെങ്കിൽ അനിയനോ ആരെങ്കിലും ഉണ്ടാവും, അവർ കൂടെ ഉണ്ടാവും. മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കുക, വീട്ടിൽ വന്നിരിക്കുക, ഒറ്റയിരിക്കും. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആദ്യം പോവും. ഇതന്നെയായിരുന്നു ഒരു 4-5 മാസമായിട്ട് എനിക്ക് എന്റെ ഒരു റൊട്ടീന്. ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ കഴിയില്ല, ഒരു സിനിമ കാണാൻ പറ്റില്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് നമുക്ക് സൗണ്ടിന്റെ ഒരു ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഈ ആമീന്റെ പ്രശ്നത്തിലെല്ലാം ഉണ്ടായത്. പക്ഷെ അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ പള്ളി പോകാത്തോണ്ട് അന്നേരം ഒരു അളവ് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിപ്പം പുറത്ത് ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം കുറച്ച് ദൂരെയാണെങ്കിൽ തന്നെയും ഇത് വർക്കിന് പോകുന്ന സമയത്ത് ഞാൻ അവിടെ ഒറ്റക്ക് നിൽക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഞാനിപ്പോ ഏകദേശം ഒരു 4-5 മാസമായിട്ടുള്ളൂ അങ്ങനെ ഒറ്റക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ മുന്നേ ഒന്നും എനിക്ക് ഒരാള് ഒരുമിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര പേടിയാ. അതിന് ഒന്നാമത് ഇത് പനി പോലെ ഒറ്റ ഒരു ഗുളികയിലങ്ങ് മാറുന്നല്ലോ. അപ്പൊ എന്ന് വെച്ചാല് അപ്പം ആൾക്കാർക്ക് ഇപ്പം ഫാമിലി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഞാൻ നല്ല റിക്കവർ ആയിട്ട് വരുന്നുണ്ട് ഇതിനകത്തൊന്ന്. പക്ഷെ എന്നാലും എന്നോട് പള്ളിയിൽ പോവാത്തന്തേ, അത് ചെയ്യാത്തത്, ഇത് ചെയ്യാത്തന്തേ എന്നുള്ളത്. ഇന്നിപ്പം നോമ്പൊന്നല്ലേ,
ഇന്ന് നോമ്പെടുത്തിട്ടില്ല. കാരണം അത് പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല. കാരണം ആൾക്കാർക്ക് ഏകദേശം ഏറെക്കുറെ അങ്ങ് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കാം. ചിലപ്പോൾ ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് യൂട്യൂബിൽ കയറിയിട്ട് കാണുന്നത്, മുമ്പൊക്കെ സിനിമ പാട്ടെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പം സിനിമ പാട്ടൊന്നും കേൾക്കൽ കുറവാണ്. ഇപ്പൊ ഒന്നാമത് ഒന്നുകിൽ നിങ്ങളുടെ വീഡിയോ കാണും, അല്ലെങ്കിൽ ജബ്ബാർ മാഷി അല്ല അങ്ങനത്തെ ആൾക്കാരും വീഡിയോ കാണും, അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതിനെ നമ്മൾ ഉസ്താദന്മാരെന്ത് അതിനെ പറയുന്നുള്ളത് മറുപടി എന്നല്ല, അഭിപ്രായത്തിൽ എന്താന്നുള്ളത് അങ്ങനെ നോക്കും. അതിപ്പം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും എന്തായാലും. അങ്ങനെ sunna.com എത്രയോ പ്രാവശ്യം കയറി മടുത്തു ഇതിനകത്ത് കയറി നോക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇപ്പൊ ഏകദേശം ഒരു മനസ്സിലായിട്ടുണ്ടാവും ഞാന് ഏകദേശം അന്വേഷണത്തിന്റെ വഴിയിലാണ് ഉള്ളത് എന്നുള്ളത്. പക്ഷെ അങ്ങനെ പറഞ്ഞാല് നമ്മളിപ്പം ഒരു ഫാമിലിയിലായിട്ട് നിൽക്കുമ്പോ ഈ ചേലക്കർമ്മത്തിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ അത് ഫാമിലി എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഭാഗമാണ്, കാസർഗോഡ് ഭാഗത്താണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഒരു സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ട് തന്നെ പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആൺകുട്ടിയുള്ള വീട്ടില് ഒരു 5-6 വയസ്സാകുമ്പോഴേക്ക് ഈ ഒരു പരിപാടി നടന്നിരിക്കും. മുമ്പൊക്കെ ഞാനും പോയിട്ടുണ്ട്. ആ പിള്ളേർക്ക് ഒരു സമ്മാനം അതൊക്കെ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പൈസ കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെങ്കിൽ ഫാമിലിക്ക് ഒത്തുകൂടാനുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാരും നോട്ട് ചെയ്യും. ഫാമിലിക്ക് ഒത്തുകൂടാൻ വേണ്ടി നമ്മൾ ചെറുക്കനെ മുറിയാക്കണ്ട, നമുക്ക് വേണമെങ്കിൽ ബിരിയാണി വെക്കാം. അതന്നെ. പക്ഷെ ഈ കാര്യം നോട്ട് ചെയ്യുന്നത്, പക്ഷെ അതിനകത്ത് ഇത് മാത്രം ഉണ്ടാവാതിരുന്നാ മതി. എന്ത് കുട്ടികളെ ഇത് മുറിക്കൽ മാത്രം ഒഴിവാക്കുക, ബാക്കി എല്ലാ ആചാരങ്ങളും ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. മൂലയൊരു ദിവസം വന്നോട്ടെ, അവർക്ക് സമ്മാനം പൈസ കൊടുത്തോട്ടെ, കുട്ടിനെ വേണമെങ്കിൽ നിങ്ങൾ ബെഡിൽ കിടത്തിയിട്ട് അവർക്ക് പൈസയും കൊടുത്തോളെ. പക്ഷെ ഇത് മുറിച്ചാളിങ്ങനെ മാത്രം ഒഴിവാക്കിയ ചെറിയൊരു മാറ്റത്തോടു കൂടി നമ്മൾ ചെറിയൊരു ബിദ്അത്ത് ആയിട്ടാണ് ചെയ്താൽ മതി. അപ്പൊ പ്രശ്നമില്ല. മറ്റെന്താ അറിയോ, എന്നാ കുട്ടിക്കും വിഷമം ഉണ്ടല്ലോ. ഇനിയിപ്പോ ഈ ചെറിയ കുട്ടികൾക്ക്, ചില ആൾക്കാർക്ക്, ചില പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇതുണ്ടാവും, നമ്മുടെ എന്താ പറയാ സമ്മാനം കിട്ടുന്ന പറഞ്ഞിട്ട് സുന്നത്ത് കല്യാണത്തിന് പൂതി വെച്ച് നടക്കാൻ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. എന്റെ മോനും ഏകദേശം അന്നൊക്കെ അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞു എന്നോട്. അപ്പൊ അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാ. പക്ഷെ എന്ത് ചെയ്യരുത്, ഇത് മുറിക്കണ കാര്യം മാത്രം ആലോചിക്കരുത്. ബാക്കിയൊക്കെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക, കല്യാണം നടത്തുക, എന്താണെങ്കിലും നമുക്ക് ചെയ്യാം. പണ്ടൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറിക്കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങള് മറ്റേ ഈ മുർത്തദ് സെന്റർ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെ? അതൊരു ഓഫീസ് കണക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഒരു ഓൺലൈനിലൊരു സംഘടന? അതൊരു സെന്റർ. നമുക്ക് ആൾക്കാർക്ക് ആർക്കെങ്കിലൊക്കെ ഒന്ന് വന്ന് കാണണമെങ്കിൽ നമ്മളൊരു നമ്മളുടെ ഒരു പ്രവർത്തനത്തിനുള്ള ഒരു ഏരിയ എന്നുള്ള രീതിയിൽ ഞാൻ അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സുന്നി സെന്റർ ഒക്കെ പോലെ? അതേപോലെ. വലിയ സംഘടന ആയിട്ടോ അല്ല, അങ്ങനെയൊന്നും അല്ല. നമ്മളുടെ എന്റെ ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ഒരു സ്ഥലം. പിന്നെ ഞാൻ പറയുന്നതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വരാനോ കാണാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനും, എന്റെ എഴുത്ത്, വായന, ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നിങ്ങൾ പറഞ്ഞിട്ടാകുമ്പോ ഞാൻ മറ്റേ നൂറുൽ യഖീനില്ലേ, അത് മേടിച്ചു. നമ്മളെ അബ്ദുസലാം സുല്ലമിന്റെ അതാ കിട്ടിയത്. അല്ല, അത് ആ പരിഭാഷ നൂറുൽ യഖീൻ, മുഹമ്മദ് ഖുദരി. അപ്പൊ അത് മേടിച്ചു. ഞാനിപ്പോ അത് ഫുള്ള് വായിക്കാൻ പറ്റില്ല, കുറച്ചിങ്ങനെ തുടക്കത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തുടക്കത്തില്. പക്ഷെ അതിന് മുഹമ്മദ് നബിന്റെ പിതൃ പരമ്പരയും അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കഥകളും ആദം നബി മുതലുള്ള കഥയൊക്കെ അല്ലേ കുറച്ച്. അത് ഇപ്പൊ അത് പറയുമ്പോ പിന്നെ ഓർമ്മ വന്നേ, മറ്റേ ഉസ്താദ് വിളിച്ചിട്ടാകുമ്പം ആ 4 വയസ്സിന്റെ വ്യത്യാസം പറഞ്ഞില്ലേ, അതെങ്ങനെ ഹദീസുകളില് ഉണ്ടോ? അത് വ്യത്യസ്ത ഇത് ഈ സംഭവമായിട്ട് പറയണതല്ല, ഇതിനു വേണ്ടി പറയണതല്ല. പക്ഷെ പലയിടത്തുനിന്നായിട്ടുള്ള കാര്യങ്ങള് ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തെറ്റായ കണക്ക് കിട്ടും. ഐ മീൻസ് കണക്കിൽ ഈ അപാകത കിട്ടും. അങ്ങനെ ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു ഹദീസായിട്ടില്ല. പക്ഷെ ഈ കണക്കിലെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഗർഭധാരണത്തിന്റെ കാലാവധി 4 മാസം വരെ ആവാം, അല്ല 4 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഗർഭം ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. ഇമാം ഷാഫിന്റെ പേരിൽ ആ കളവ് പറയുന്നുണ്ട്. അല്ല, എന്നിട്ട് ഞാനത് ചെക്ക് ചെയ്ത് നോക്കി. ഇനി ആരെങ്കിലും ആയിട്ട് എവിടെയെങ്കിലും ഒരു കേസിലെങ്കിലും നമ്മൾ എന്താ പറയാ, ഇതേപോലെ ആരെങ്കിലും ഈ 4 വർഷമോ അല്ലെങ്കിൽ ഒരു 2 വർഷം 3 വർഷത്തിന്റെ അടുത്തേക്കൊന്നും, 4 വർഷം കംപ്ലീറ്റ് വേണ്ട, നമ്മൾ ഈ 9 മാസം കഴിഞ്ഞ് 9-10 മാസം ചിലപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവാം. അങ്ങനെയല്ലാതെ ഇതിൽ കൂടുതലായിട്ട് 2 വർഷം അതിന്റെ മുകളിലേക്കോ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ
എന്നൊക്കെ ഞാൻ നോക്കി. പക്ഷെ എനിക്കൊന്നും അതൊന്നും കിട്ടിയില്ല. അങ്ങനെയൊന്നുമില്ല. ഈ ജപ്പാനിന്നോ ചൈനയിന്നോ പണ്ട് ഇതേപോലെ ഒരു അവകാശവാദമൊക്കെ ആയിട്ട് 1.5 വർഷം 18 മാസം ഗർഭത്തിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവകാശവാദമുള്ള ഒരാളൊക്കെ വന്നിരുന്നു. അല്ല, പക്ഷെ അതൊക്കെ ഒന്നെങ്കില് നമ്മളെ ഈ മുസ്ലിംസ് ആയ ഡോക്ടേഴ്സ് ഇല്ലേ, അവരാണെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കണ്ടേ, അഥവാ ഇതിങ്ങനെ ശരിയാണെങ്കിൽ. അത് പിന്നെ അവരും വെക്കുന്നില്ല. പ്രമാണത്തിലുണ്ടെന്നേ. അങ്ങനെയുള്ള വിദൂര സാധ്യത ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അത് ഭയങ്കര അത്ഭുതമായിട്ട് സംഭവിച്ചു എന്നാണ് മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. അത് ഈ പിന്നെ ചരിത്രത്തിലെ ഈ വസ്തുതാപരമായിട്ടുള്ള പെശകല്ല, ആ വസ്തുതയിലുള്ള അപകടം തിരിച്ചറിഞ്ഞിട്ട് അതിനെ മറികടക്കാനുള്ള അതിനകത്ത് ഞാൻ നോക്കിയിട്ടാകുമ്പോ എനിക്ക് കണ്ടെന്ന് വെച്ചാല്, മനുഷ്യന്റെ ഈ ഗർഭത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് അത് പരിണാമത്തിലൂടെ സംഭവിച്ച ഒരു പാകപ്പിഴയാണെന്നുള്ളത്. കാരണം വെച്ചാല് മറ്റു മൃഗങ്ങള് ഇതൊക്കെ ഏകദേശം പൂർണ്ണ ഗർഭത്തിൽ തന്നെ ഒരു ശിശുവിന്റെ ഏകദേശ കാര്യങ്ങളൊക്കെ അത് വളർച്ച എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസവശേഷം തന്നെ 1-2 മണിക്കൂറാകുമ്പം ബാക്കിയുള്ള ജീവികളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നതും കുറച്ചും കൂടി വളർച്ച എത്തിയിട്ടാണ്. പക്ഷെ മനുഷ്യന്റെ കേസിൽ അങ്ങനെ ഒരു വളർച്ച 2 വർഷം തന്നെ വളർച്ച എത്തിയാൽ തന്നെ ഒന്നാമത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സിസേറിയൻ നിർബന്ധമായിരിക്കും. അത് നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത തീരെ ഇല്ല. പക്ഷെ ആ ഒരു കാലത്ത് 4 വർഷമൊക്കെ ഗർഭത്തിൽ ഇരുന്നു എന്നൊക്കെ പറഞ്ഞാല് ഒന്നും സിസേറിയൻ ആക്കിയിട്ടുണ്ടാവണം. അല്ലാണ്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. അല്ല, അതേ ഇരുന്നെങ്കിൽ തന്നെയും സപ്പോസ് ഇരുന്ന് തന്നെ വെച്ചോ, ഇരുന്നെങ്കിൽ തന്നെയും ഒരു സിസേറിയൻ ഇല്ലാതെ നടക്കുമോ ഇത്? ഇല്ല, അതും നടക്കൂല. ഒന്നാമത് ഇരിക്കൂല, ഇരുന്നിട്ടുമില്ല, അങ്ങനെ സംഭവം ഇല്ല. ഇതൊക്കെ കണക്കൊപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞുണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന്. അല്ല, ശരിക്കും ഇത് എല്ലാരും ഇത് കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് ഞാനത് ന്യായീകരിച്ച് നിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ എല്ലാരും അങ്ങനെയൊന്നും ഒരു എട്ടും പൊട്ടും തിരിയാണ്ട്? എല്ലാത്തരം ആൾക്കാരുണ്ട്. മനസ്സിലായിട്ട് ന്യായീകരിച്ച് നിൽക്കുന്നവർക്ക് ആകെ വേണ്ടത് പല കച്ചവടക്കാർ മാത്രമാണ്. ഈ ദൈവ കച്ചവടം കൊണ്ട് നടക്കണല്ലേ മനസ്സിലായിട്ട് പിന്നെയും ന്യായീകരിക്കുള്ളൂ. ചിലവര് വിശ്വാസമുള്ള പോലെ വിശ്വാസികളുടെ കൂടെ അല്ലെങ്കിൽ അവിശ്വാസം പറയാതെ ജീവിക്കുന്നവർ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഇപ്പൊ പല ആൾക്കാരോട് മറുപടി പറയാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ അഭിനയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലാതെ ന്യായീകരിക്കേണ്ടി വരുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതിനെ കെട്ടിമറിഞ്ഞ് ന്യായീകരിക്കണമെങ്കിൽ ഓമല്ല ദൈവ കച്ചവടക്കാരനായിരിക്കണം. അതിനുള്ള സാധ്യത. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും നമുക്ക് ഇനിയും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയൊരു അടുത്ത ഒരു കോളിൽ സംസാരിക്കാം. കുറെ സമയമായില്ലേ, കുറച്ചൊരു ചെറിയൊരു പണിയും കൂടി കൂടെ ചെയ്യുന്നുണ്ട്. ഞാനേ ഒരാഴ്ചന്റെ ഉള്ളില് ഒന്നും വിളിക്കൂട്ടെ, ഒരു കല്യാണത്തിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ, ഡിവോഴ്സിന്റെ. വിളിക്കാം. ശരി. ഓക്കെ, ഞാൻ വിളിക്കാം.